നോക്കൂ, 21 അംഗ മന്ത്രിസഭയാണ് UDF തീരുമാനിക്കുന്നതെങ്കിൽ ആ 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. പിന്നെ ദിവ്യയെ പോലൊരാൾ ഈ ചർച്ച ആങ്കർ ചെയ്യുമ്പോൾ ജനാധിപത്യം, ഭരണഘടന, ഇതൊക്കെ കോൺഗ്രസിൽ നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടവും തലതല്ലിക്കീറലുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കരുത്. അതൊക്കെ വളരെ പരിപാവനമായ മറ്റു പല കാര്യങ്ങളുമാണ്. ജനാധിപത്യവും ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമൊക്കെ അതും കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ യാദവകുലത്തിൻ്റെ തമ്മിലടിയും തലതല്ലിക്കീറലും തമ്മിൽ ചേർത്ത് വെച്ച് വായിച്ച് ദയവ് ചെയ്ത് ആ ജനാധിപത്യത്തിന്റെ പരിപാവനതയെ നാണം കെടുത്തരുത് എന്ന എല്ലാവരെയും കേൾക്കുന്നതും എല്ലാവരുടെ പരാതികൾ കേട്ട് അതിന് പരിഹാരം കാണുന്നതും ഒരു ജനാധിപത്യ രീതി അല്ലെന്നാണോ അപ്പോൾ പറയുന്നത്? അല്ല, ഞാൻ ഈ സൂചിപ്പിച്ചത് ഇവർ പറയുന്നത്, കോൺഗ്രസ് പലപ്പോഴും പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് ഞങ്ങളുടെ കമ്മിറ്റികൾക്കകത്തും തെരുവുകൾക്കകത്തും നടക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രിയുടെ പോസ്റ്ററിലേക്ക് കാർക്കിച്ച് തുപ്പുന്നത് ജനാധിപത്യത്തിൻ്റെ അഭൗമ സൗന്ദര്യമാണോ? നിങ്ങൾ തന്നെ വാഴ്ത്തിപ്പാടുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വലിയ ഫ്ലക്സ് ബോർഡ് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അതിനെ പ്രകടനമായി വന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കോൺഗ്രസ് കൊടിയുമേന്തി കോൺഗ്രസിന് മുദ്രാവാക്യം വിളിച്ച് ചാടി കയറി അട്ടഹസിച്ചുകൊണ്ട് വലിച്ചു കീറുന്നത് ജനാധിപത്യത്തിൻ്റെ അഭൗമ സൗന്ദര്യമാണോ? അതാണ് ഇവിടെ ഡെഫിനിഷൻ ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അംബേദ്കർ വിഭാവനം ചെയ്ത ജനാധിപത്യം, ഡെമോക്രസിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ, ഇത് രണ്ടും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള അകലമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി. പക്ഷേ നോക്കൂ, അവർ പറയുന്ന ഒരു ജനാധിപത്യം അവരുടെ പാർട്ടിയിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തോറ്റപ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശിനെ പ്രതിപക്ഷ നേതാവാക്കി, ജയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ CM ആക്കി. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പഴയ ഒരാളെ തന്നെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അതിലിപ്പോഴും ഒരു മാറ്റത്തിന് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല. ദിവ്യ, നോക്കൂ, ഒരു കാര്യം, ഇപ്പോൾ ഇതിങ്ങനെ ഈ ജനാധിപത്യത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് ബഹുമാന്യനായ മഹാനായ അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായി ഡെഫിനിഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേവലം സഭയ്ക്കകത്ത് നടക്കുന്ന വോട്ടെടുപ്പോ അതിൻ്റെ പരാജയവുമല്ല ജനാധിപത്യം. അവസാനത്തെ നേർത്തുപോയ ആളിൻ്റെ ശബ്ദം പോലും, അതിന് പോലും അംഗീകാരം കിട്ടുന്ന ഒരടയാളമായി ജനാധിപത്യം മാറണം എന്നാണ് അംബേദ്കർ ഡെമോക്രസിയെ ഡെഫിനിഷൻ ചെയ്തിട്ടുള്ളത്. ആ ഡെഫിനിഷനെയാണ് ഇവിടെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചക്കളത്തി പോരാട്ടവും തലതല്ലിക്കീറലും ആയിട്ട് ചേർത്ത് വെച്ച് വായിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണ്. അത് മഹാനായ ഡോക്ടർ BR അംബേദ്കറിനോട് കൂടി ചെയ്യുന്ന അപരാധമാണ്. ദയവ് ചെയ്ത് അത് നിങ്ങൾ അവസാനിപ്പിക്കണം. രണ്ടാമത്തത്, എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ, കോൺഗ്രസ്സിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ വോട്ടെടുപ്പിലൂടെയും മറ്റുമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ പാർട്ടി ഐക്യകണ്ഠേന ഞങ്ങളുടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്ത നേതാവിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനെ സംബന്ധിച്ച് മറ്റ് കമന്റ്സ് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. അത് ആരാകണം എന്നുള്ളത് ഞങ്ങളുടെ ഉയർന്ന ഘടകങ്ങൾ കൂടി പ്രതിപക്ഷ നേതാവാകരുത്, മാറി നിൽക്കണമെന്ന അഭിപ്രായങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൂടി കേൾക്കണ്ടേ നേതൃത്വം? അല്ല, തീർച്ചയായും ചോർന്ന് കിട്ടിയ വാർത്തകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. CPM-നെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ചോർന്ന് കിട്ടിയ വാർത്തകളെ ഡിപ്പെൻഡ് ചെയ്താണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളെ വിമർശിക്കുന്നില്ല. നിങ്ങളുടെ സോഴ്സുകൾ പ്രകാരം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, അല്ലാതിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കൂ, നേതാക്കന്മാർ പരസ്പരം മുന്നിൽ വന്ന് വിഴിപ്പലക്കിയിട്ട് ആര് എവിടെ എങ്ങനെ, ചില പഴയ കെട്ടിടങ്ങളുടെ മുമ്പ് ഉയരെ ചില കുരങ്ങന്മാരെ വെച്ചിട്ടുണ്ട്, ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല, മിണ്ടിയില്ല എന്ന രൂപത്തിൽ വാദിക്കുന്നവരുടെ ഇടയിലേക്ക് അതേ വാദമുഖവുമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് പലപ്പോഴും ചോർന്ന് കിട്ടുന്ന വാർത്തകളാണ്. അതിലെത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പോലും സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. മറ്റ് വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ സ്വാഭാവികമായും എത്ര സമയമെടുത്ത് വേണമെങ്കിലും നമുക്ക് ചർച്ച നടത്താം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.